മീഡിയസിലേക്ക് സ്വാഗതം. കങ്കുവ ഇറങ്ങാൻ ഇനിയും ഒരു ദിവസം കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു. ബുക്കിംഗ് ഒക്കെ തകൃതിയായി നടക്കുകയാണ്. പലയിടത്തും ബുക്കിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാം ഡൗൺ ആകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് നോക്കുമ്പോൾ ലുലു മാളിൽ PVRൻ്റെ സൈറ്റ് ക്രാഷ് ആയതായിട്ടാണ് ഈ ഒരു നിമിഷം കിട്ടുന്നത്. അതായത് അത്രത്തോളം ഡിമാൻഡ് അവിടെ വരുന്നു, സൈറ്റ് ക്രാഷ് ആകുന്നു എന്നുള്ളൊരു കാര്യം ഇതൊരിടത്തല്ല, ഐമാക്സിൽ അത് നടക്കുന്നു എന്നുള്ളതാണ്. എന്താണ് കേരളത്തിലെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ട്രാക്കേഴ്സ് പുറത്തുവിടുമ്പോൾ 1 കോടിക്ക് മുകളിൽ കടന്നിരിക്കുന്നു. 1006ഓളം ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവർ പുറത്തു വരുമ്പോൾ 58,000-ന് മുകളിലുള്ള ആളുകളാണ് ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്തതായിട്ട് കാണുന്നത്. ഒക്യുപ്പൻസി 18% 19ഓളം ഹൗസ്ഫുൾ ഷോസും അവർ പറയുന്നുണ്ട്. 1,04,00,000-ന് മുകളിലാണ് സിനിമയുടെ ഇതുവരെയുള്ള ആ ഒരു കളക്ഷൻ. അതായത് ഉച്ചയ്ക്ക് 3:30-ക്ക് പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരമാണ്. അതായത് ഒരു പക്ഷേ ഇപ്പോൾ 2 കോടിക്ക് മുകളിലേക്ക് എത്താനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് തമിഴ്നാട്ടിലെ മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വന്നിരുന്ന ഒരു റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൂര്യയുടെ സിനിമയ്ക്ക് സ്ക്രീനുകൾ കുറവായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് തന്നെ നൽകുന്നുണ്ട്. 700-ന് മുകളിലുള്ള തിയേറ്ററുകളുണ്ട് എന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാം, ഒരു കുഴപ്പവുമില്ലാതെ തമിഴ്നാട്ടിലും ഗംഭീരമായിട്ട് തന്നെ പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളതാണ്. ഇവിടെ കങ്കുവയുടെ റിയൽ ഹൈപ്പ് കേരളത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതും 2 മണിക്കൂറുകൾക്കുള്ളിൽ 50 ലക്ഷം രൂപ തൂക്കി എന്നുള്ളതാണ്. ഒരു പക്ഷേ 3 കോടിക്ക് മുകളിൽ പ്രീസെയിൽ തന്നെ വരും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ 8 കോടി 9 കോടി അല്ലെങ്കിൽ 7-നും 9-നും ഇടയിലായിരിക്കും ആദ്യ ദിന കളക്ഷൻ വരാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഫാൻ ഷോയിലൂടെ മാത്രം കേരളത്തിൽ നിന്ന് 1 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത്. കങ്കുവ ഇന്ത്യൻ പ്രീസെയിൽ 6.5 കോടിക്ക് മുകളിൽ കിട്ടിയതായിട്ടാണ് മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് ജസ്റ്റ് 1 hour ടു മേക്ക് 1.25 crore ബുക്കിംഗ് എന്നുള്ളതാണ് ആ അപ്ഡേറ്റിനകത്തിൽ പറയുന്നത്. അതുപോലെ പുതിയ ഒരു അപ്ഡേറ്റുകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 5 കോടി നേടുന്നു, ഇത് പ്രീസെയിൽ നടന്നു. കർണാടകത്തിൽ നിന്ന് 3, ഹിന്ദിയിൽ നിന്ന് 6 കോടിയോളം, ഓവർസീസിൽ നിന്ന് 14 കോടിയോളമാണ് പ്രീസെയിൽ വരുന്നത് എന്നുള്ളതാണ്. എന്താണേലും കങ്കുവ കസറുകയാണ്. ഒരു ദിവസം കൂടെ കാത്തിരിക്കാം നമുക്ക്. ആ ഒരു കാത്തിരിപ്പ്, അതായത് ഒരു ദിവസം എന്ന് തന്നെ പറയാനില്ല, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറുകൾ മാത്രം എന്ന് പറയാം. നാളെ രാത്രി 12 മണിക്ക് ശേഷം അങ്ങോട്ട് ആറാടാൻ പോവുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള അഡ്വാൻസ് സെയിൽസ് ബുക്കിംഗ്. ഹൈദരാബാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.6 ലാക്ക് ആണ് നേരത്തെ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. അതായത് ഇന്നലെ വന്നിരിക്കുന്ന 22 മണിക്കൂറിന് മുമ്പ് വന്നിരിക്കുന്ന 12 ഷോകൾ, 1403 അപ്ഡേറ്റുകൾ. ചെന്നൈ അതേപോലെ തന്നെ 53% ഒക്യുപ്പൻസി പറയുന്നു. ഇന്ന് ഇതുവരെ ലഭ്യമായ കണക്കുകളിൽ ഗംഭീരമായിട്ടുള്ളതാണ്. അങ്ങനെ റെക്കോർഡ് തൂക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓപ്പണിംഗ് ഡേയിൽ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് തരാം. നിങ്ങളുടെ സപ്പോർട്ട് പോലെ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. മീഡിയാസ്.